എല്ലാ ദിവസവും നന്നാവണം, ഇന്ന് മുതൽ പുതിയൊരു വ്യക്തിയാവണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ഓരോ ദിവസം വർക്ക് ചെയ്ത് തുടങ്ങാൻ അങ്ങോട്ട് പറ്റുന്നില്ല. മടി നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മടി ലൈഫിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മടി വിജയിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ലൈഫിൽ താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു വലിയ വാറാണ്. നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ യുദ്ധങ്ങളെല്ലാം ഫൈറ്റ് ചെയ്ത് വേണം നമ്മൾ സക്സസ്സിലേക്ക് എത്താൻ. ഈ യുദ്ധങ്ങളിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നേരിടേണ്ടി വരുന്ന യുദ്ധമാണ് നമ്മുടെ തന്നെ മടിയുമായിട്ടുള്ള യുദ്ധം. ഈ സ്റ്റാർ സിംഗർ അതുപോലത്തെ കുറേ റിയാലിറ്റി ഷോസ്, ഡാൻസ്, ഇത് എല്ലാ ഷോസിലും നമ്മൾ ഫസ്റ്റ് അവർക്കൊരു ഓഡിഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഓഡിഷന് വരുന്ന ടൈമിൽ അവരുടെ ഫേസ് നമ്മൾ ടെലിവിഷനിലൂടെ കാണുന്നില്ല. ഒരു സാധാരണക്കാരനായിട്ട് വരികയാണല്ലേ. പിന്നെയാണ് ടെലിവിഷനിലൂടെ വരുന്നു, ഫാൻസ് ആവുന്നു, ഫാൻ പേജുകൾ വരുന്നു, ലാസ്റ്റ് വിന്നേഴ്സ് ആവുന്നു. ഇതൊക്കെ പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓഡിഷനിൽ വരും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ആ ജേർണിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ ഓഡിഷനിൽ വിൻ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ മടിയോടുള്ള യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ അങ്ങോട്ട് സക്സസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ റിസൾട്ടൊക്കെ വെച്ചിട്ടുള്ള വലിയ പ്ലാറ്റ്ഫോം, അവസരങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഈ ഫസ്റ്റ് കടമ്പ അത് നമ്മൾ ജയിച്ചിരിക്കണം. നമ്മുടെ മുന്നിലൊരു വലിയ ബ്രിക്കിൻ്റെ വോളിങ്ങനെ വെച്ചതുപോലെയാണ്. ആ ബ്രിക്ക് വോള് നമ്മൾ അടിച്ചമർത്തി നമ്മൾ അപ്പുറത്തേക്ക് കടക്കണം. എന്നാൽ മാത്രമേ സക്സസ്സിലേക്കുള്ള വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുള്ളൂ. നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ടാവും. ചിലപ്പോൾ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങണം. അപ്പോൾ വർക്ക് ചെയ്യാൻ പോലും നമ്മളെ സമ്മതിക്കാത്ത, ഈ ഓഡിഷൻ പോലും പാസ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കാത്തതാണ് നമ്മുടെ ലേസിനെസ്, നമ്മുടെ മടി എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മളോട് തന്നെ ചെയ്യേണ്ട ഫൈറ്റാണ്. ഈ ഓഡിഷനിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പലരുമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. പല പ്രതിസന്ധികളും നമ്മുടെ ലൈഫിലേക്ക് വരും. സക്സസ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് പല ആൾക്കാരും നമ്മളെ തടയാൻ നോക്കും. ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതിന് നമ്മൾ കേപ്പബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന കടമ്പയാണ് നമ്മൾ മടിയുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. നമ്മളോട് ചെയ്യുന്ന ഒരു ഫൈറ്റാണത്. അപ്പോൾ ഈ ഒരു ചെറിയ ഫൈറ്റിൽ വിജയിച്ചാൽ മാത്രമേ മുന്നിലുള്ള ഒരുപാട് പേര് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്ന കാണുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരും. ഇതിലൊക്കെ നമ്മൾ ജയിക്കണമെങ്കിൽ ഫസ്റ്റ് മടിയുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്ത് ജയിച്ചിരിക്കണം. നമ്മളോട് തന്നെ യുദ്ധം ചെയ്ത് ജയിച്ചിരിക്കണം. മനസ്സ് പറയുന്നുണ്ട് ചെയ്യണം എന്ന്. അതേസമയം കുറേ കാലം വെറുതെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഇത് കാരണമാണ് നമ്മളിതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഓഡിഷൻ റൗണ്ടിൽ തന്നെ വന്ന് ആ വലിയ പ്ലാറ്റ്ഫോമും ഓപ്പർച്യൂണിറ്റീസും ആ ട്രോഫിയും പ്രൈസ് മണിയും ഒന്നും കിട്ടാത്ത ഒരു ആൾക്കാർ പോലും തിരിച്ചറിയാതെ നിങ്ങൾക്ക് പുറത്തു പോകണോ? അല്ലെങ്കിൽ ആ കടമ്പ കടന്ന് നമ്മളെ മുന്നിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ്, ഒരു കടൽ പോലെ വിശാലമായ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല ആ സക്സസ്സിലേക്ക് എത്താൻ. ചിലപ്പോൾ നല്ല കഷ്ടപ്പാടും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി അറിയണമെങ്കിൽ നമ്മളൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങണ്ടേ? അതുകൊണ്ട് ഇനിയെങ്കിലും സമയം പാഴാക്കാതെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ മടിയോട് ഉള്ള യുദ്ധം ചെയ്ത് നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിരിക്കണം. ഇന്ന് തന്നെ, ഈ സെക്കൻഡ് തന്നെ സ്റ്റാർട്ട് വർക്കിംഗ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാനുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. താങ്ക് യു.